ഹായ് ഹലോ നമസ്കാരം. ടൈലീം ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസംബർ 6 കറണ്ട് അഫേഴ്സാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഡിസംബർ 6 പ്രത്യേകത? നമുക്കറിയാം അല്ലേ, ഒരു PSC അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും അറിയേണ്ട ഒരു ദിവസമാണല്ലേ. ഏതാണ്? നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കറിൻ്റെ സ്മൃതി ദിവസമാണ് ഇത് മഹാപരിനിർവാൺ ദിവസ് എന്ന് അറിയപ്പെടുന്നത്. ഡിസംബർ 6. അപ്പോൾ ആരായിരുന്നു BR അംബേദ്കർ? എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചതെന്നാണ്. 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 69ാം സ്മൃതി ദിനമാണ് ഈ 2025 ഡിസംബർ 6. എന്നാണ് അദ്ദേഹം അന്തരിച്ചത്? 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ജനിച്ചത് 1891 ഏപ്രിൽ 14 അതേപോലെ അന്തരിച്ചതെന്നാണ് 1956 ഡിസംബർ 6 ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമായിട്ട് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു. ഓക്കെ ആണോ? രണ്ടാമത്തത് സഹദേവ് യാദവ്. നമ്മുടെ 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ തലവനായി നിയമിതനായ വ്യക്തിയാണ് സഹദേവ് യാദവ്. ആരാണ്? 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ തലവനായി, അതായത് ചെഫ് ഡി മിഷനായിട്ട് നിയമിതനായ വ്യക്തിയാണ് സഹദേവ് യാദവ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഡെപ്യൂട്ടി ചെഫ് ഡി മിഷന് കൂടി ഉണ്ട്. അത് അജന്ത ശരത് കമലാണ്. ആരാണ്? അജന്ത ശരത് കമലാണ്. അടുത്തത് 2025 ഡിസംബറിൽ RBI അതിൻ്റെ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട്. എത്രയാണ്? അതെ, 0.25 ആണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ RBIയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.25 ആണ്. എത്രയാണ്? 5.25 ആണ് നിലവിൽ RBIയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആരായിരുന്നു RBIയുടെ ഗവർണർ? ആരായിരുന്നു? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അടുത്തത് PM ഇ-ഡ്രൈവ് പദ്ധതി. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? രാജ്യത്ത് വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതിയാണ് PM ഇ-ഡ്രൈവ് പദ്ധതി. എന്താണ്? PM ഇ-ഡ്രൈവ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതിയാണ് ഈ PM ഇ-ഡ്രൈവ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഓപ്പറേഷൻ ഡിവിഡ്. എന്താണ് ഓപ്പറേഷൻ ഡിവിഡ്? പൊതുസമൂഹത്തിൽ ഭീഷണിയായവരെയും അതേപോലെ പൊതുശല്യമായി കാണുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിവിഡ്. എന്താണ്? പൊതുസമൂഹത്തിൽ ഭീഷണിയായവരെയും അതേപോലെ പൊതുശല്യമായി കാണുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിവിഡ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസാണ്. ഡോക്ടർ BR അംബേദ്കറുടെ 69ാം സ്മൃതി ദിനമാണ് 2025 ഡിസംബർ 6. അടുത്തത് സഹദേവ് യാദവ്. ആരാണ്? 2026 ജപ്പാനിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ തലവനാണ്, അതായത് ചെഫ് ഡി മിഷനായിട്ട് നിയമിതനായ വ്യക്തിയാണ് സഹദേവ് യാദവ് എന്ന് പറയുന്നത്. അടുത്തത് 2025 ഡിസംബറിൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ റിപ്പോ റേറ്റ് 0.25 കുറച്ചു. അപ്പോൾ നിലവിൽ എത്രയാണ്? 5.25 ആണ്. അടുത്തത് കർണാടക. എന്താണ് കർണാടകയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ്? എന്താണ്? ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെയുൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേകം നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണേത്? കർണാടക. എന്താണ്? ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെയുൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കർണാടക. എന്താണ്? സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണേത്? കർണാടക. ഓക്കെ ആണോ? അടുത്തത് നമ്മുടെ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ
നോട്ട ബട്ടണിന് പകരം കൊണ്ടുവന്നതാണെന്ത്? എൻഡ് ബട്ടൺ. എന്താണ്? നോട്ട ബട്ടണിന് പകരം കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻഡ് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നോട്ട സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടൺ ഇല്ല, പകരം എന്താണ്? എൻഡ് ബട്ടൺ ആണ്. നമ്മുടെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നോട്ട സൗകര്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട രേഖപ്പെടുത്തിയത് എവിടെയായിരുന്നു? ആലത്തൂരാണ് കേട്ടോ. എവിടെയാണ്? ആലത്തൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. അതും കൂടി ഓർത്തു വെക്കുക. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത്. അടുത്തത് നമ്മുടെ ഖേലോ ഇന്ത്യ ഗെയിംസ്, രാജസ്ഥാനിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ MG സർവകലാശാലയാണ് ജേതാക്കളായിട്ടുള്ളത്. എന്താണ്? രാജസ്ഥാനിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ ജേതാക്കൾ ആരാണ്? മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ആരാണ്? മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എത്രയാണ് ഡിസംബർ 6 കറണ്ട് അഫയേഴ്സ് വരുന്നത്. എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ പോരായ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.